മ്യൂച്വൽ ഫണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് അറിയാം, ആക്റ്റീവും പാസീവും. എന്താ വ്യത്യാസം മനസ്സിലാക്കാം. ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റോക്കുകൾ ആക്റ്റീവ്ലി വാങ്ങിക്കും വിൽക്കും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ പാസീവിൽ എന്താ സംഭവിക്കുന്നത്? പാസീവിൽ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട് മാനേജർ ഒന്നും ഉണ്ടാവില്ല. ഇവർ ഈ ഇൻഡെക്സ്, നമ്മുടെ നിഫ്റ്റി 50, സെൻസെക്സ് എല്ലാ ഇൻഡെക്സ് നേരെ കോപ്പി അടിക്കും. അപ്പോൾ നിങ്ങൾ ഈ നിഫ്റ്റി 50ൻ്റെ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ട് ഉണ്ടാവും, നിങ്ങൾക്ക് അത് നേരെ കോപ്പി അടിച്ചിട്ട് എന്താണോ മാർക്കറ്റ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യും. ഇവർ തമ്മിൽ മെയിനായിട്ടുള്ള വ്യത്യാസം എന്താ? എക്സ്പെൻസ് റേഷ്യോ. നിങ്ങൾ കൊടുക്കുന്നൊരു കമ്മീഷൻ, നിങ്ങൾ എത്ര പൈസ ഇട്ടോ അതിൻ്റെ 0.6 to 1% ചിലപ്പം ഈ ഫണ്ട് മാനേജർ എടുക്കും. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കൂടുതൽ, കാരണം ഇവർ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ആരും കഷ്ടപ്പെടുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ 0.1 to 0.2% ഉള്ളൂ. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ആക്റ്റീവിനെ പറ്റി ആലോചിക്കണം? ഈ ഫണ്ട് മാനേജർ അടിപൊളിയാണെങ്കിൽ ഇൻഡെക്സിനെക്കാളൊക്കെ ബെറ്റർ റിട്ടേൺസ് തരാൻ ചാൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഔട്ട് പെർഫോമൻസ്. ഇനി ഏതാണ് ബെറ്റർ? നിങ്ങൾക്ക് ഫണ്ട് മാനേജർ ചൂസ് ചെയ്യാനോ അത് നോക്കി സമയം കളയുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ കൊണ്ട് പാസീവിൽ ഇട്ടോ. നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ ഇൻഡെക്സ് പൊതുവേ ലോങ് റണ്ണിൽ എപ്പോഴും മേലേക്ക് പോയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് മാനേജർ പ്രത്യേകം വേണം, ഇയാൾ അടിപൊളിയാണെന്ന് തോന്നുന്നതാണ്, ഇത് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നതാണ്, നിങ്ങൾ ആക്റ്റീവിൽ ഇട്ടോ. കുറച്ച് എക്സ്പെൻസ് റേഷ്യോ പോകും, പക്ഷേ ചിലപ്പോൾ നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ബെറ്റർ എന്ന് തോന്നുന്നത് കമൻറ്റ്